ഗവർണർ മുഖ്യമന്ത്രി പോരിൽ വിമർശനവുമായി കെ മുരളീധരൻ MP. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ കേരളത്തിന് തന്നെ നാണക്കേടാണ്. ഇരുവരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. തെരുവിൽ കസേരയിട്ടിരിക്കേണ്ട ആളല്ല ഗവർണർ. ഇനി കരിങ്കൊടി കാട്ടിയാൽ CRPF ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ മോശം കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും ഭാഗത്ത് തെറ്റുണ്ട്. ഒന്നോ രണ്ടോ തവണ പ്രതിഷേധമാകാം. നിരന്തരം കരിങ്കൊടി കാണിക്കുന്നത് തെറ്റ്. CRPFനെ കേരളം ക്ഷണിച്ചു വരുത്തി. SFIക്കാരെ ഇറക്കിവിട്ട് രക്തസാക്ഷികളെ സൃഷ്ടിക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഇനി കരിങ്കൊടി കാട്ടിയാൽ CRPF ജീവൻ രക്ഷാപ്രവർത്തനം നടത്തും. ഗവർണർ തിരികെ വിളിച്ചിട്ട് കാര്യമില്ല. ഈനാം പേച്ചി പോയാൽ മരപ്പെട്ടി വരുമെന്നുമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. വിഷയത്തെ പക്വതയോടെ കൈകാര്യം ചെയ്യാൻ നോക്കണമായിരുന്നു. കരിങ്കൊടിക്ക് പോലീസ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയാണ്. SFIക്കാരെ ഇറക്കി രക്തസാക്ഷികളെ സൃഷ്ടിക്കാനാണ് പിണറായിയുടെ ശ്രമം. തങ്ങളുടെ പ്രവർത്തകർക്ക് ഇളവില്ലല്ലോ എന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. ഗവർണറെ തിരിച്ചു വിളിച്ചിട്ട് കാര്യമില്ല. ഇതുപോയാൽ ഇതിനേക്കാൾ വലിയ സംഖ്യ വരും. ഗവർണറെ തിരിച്ചു വിളിക്കണോ വേണ്ടയോ എന്ന് കേന്ദ്രം തീരുമാനിക്കട്ടെ. പ്രതിപക്ഷത്തിന് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. എല്ലാവരും ഒരുപോലെയാണ്. മോദിയുടെ ഏത് ഗവർണർ വന്നാലും ഈ അവസ്ഥയിൽ മാറ്റമുണ്ടാവില്ലെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. SFIയുടെ കരിങ്കൊടി പ്രതിഷേധത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 2 മണിക്കൂർ റോഡിലിരുന്ന് പ്രതിഷേധിച്ചത്. കൊട്ടാരക്കര സദാനന്ദപുരത്ത് സ്വകാര്യ പരിപാടിയിലേക്ക് പോകുമ്പോഴാണ് ജില്ലാ അതിർത്തിയായ നിലമേലിൽ ഗവർണറുടെ വാഹനവ്യൂഹത്തിന് നേരെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. കറുത്ത ബാനറും ഗോ ബാക്ക് വിളികളുമായി SFIക്കാർ നേരത്തെ തന്നെ ഇവിടെ തമ്പടിച്ചിരുന്നു. പോലീസിന്റെ നിയന്ത്രണം വിട്ടതോടെ സമരക്കാർ ഗവർണറുടെ കാറിന്റെ മുൻഭാഗത്ത് അടിച്ചു. ഇതോടെ വാഹനം നിർത്തി ഗവർണർ പുറത്തിറങ്ങി. പോലീസിനെ ശകാരിച്ച ഗവർണർ വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ റോഡിൽ നിൽക്കുകയും സമീപത്തെ കടയിൽ കയറി വെള്ളം കുടിച്ച ശേഷം റോഡരികിൽ കടക്കാരൻ ഇട്ടുകൊടുത്ത കസേരയിൽ ഇരിപ്പ് ഉറപ്പിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസിന് നേരെ തിരിഞ്ഞ ഗവർണർ നടപടി ഉണ്ടാകാതെ പിന്മാറില്ലെന്നും പ്രഖ്യാപിച്ചു. ഇതിനിടെ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ച് പരാതിപ്പെട്ട ഗവർണർ പ്രധാനമന്ത്രിയെ വിളിക്കാനും ആവശ്യപ്പെട്ടു. അനുനയിപ്പിക്കാൻ ഫോണിൽ വിളിച്ച DGPയോടും അദ്ദേഹം കയർത്തു. പ്രതിഷേധിച്ചവർക്കെതിരെ നടപടി സ്വീകരിച്ചതായി വ്യക്തമാക്കുന്ന FIR കാണാതെ പിന്മാറില്ലെന്നും ഗവർണർ അറിയിച്ചു. പ്രതിഷേധക്കാരുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ DGP നിർദ്ദേശം നൽകി. 12ലധികം പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസും വ്യക്തമാക്കി. എന്നാൽ FIR ആവശ്യപ്പെട്ട് ഗവർണർ പ്രതിഷേധം തുടർന്നു. ഒടുവിൽ അറസ്റ്റിലായ 12 പേർക്കും കണ്ടാലറിയാവുന്ന 5 പേർക്കുമെതിരെ നടപടി സ്വീകരിച്ചതിന്റെ FIR കണ്ട് ബോധ്യപ്പെട്ട ശേഷമാണ് ഗവർണർ കൊട്ടാരക്കരയിലെ പരിപാടി സ്ഥലത്തേക്ക് പോകാൻ തയ്യാറായത്.